സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. ഞാനൊരു വീഡിയോ ഇടാൻ കാരണം, ഇപ്പോൾ AK ബാലൻ്റെ ഒരു പത്രസമ്മേളനം കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പണ്ട് കാലത്ത് മൊയിൻകുട്ടി വൈദ്യരുടെ ഒരു അക്കാഡമി, അതായത് മാപ്പിള കലാ അക്കാഡമി ഞാൻ അവിടെ ഉദ്ഘാടനം ചെയ്തു. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, 23-25 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ അവിടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ എന്നെ എല്ലാവരും അഭിനന്ദിച്ചു. എനിക്ക് അനുകൂലമായിട്ട് ബാനർ കിട്ടി. മുസ്ലിം ലീഗുകാർ AK ബാലൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെയും കൂടെ നേതാവാണ്. ശരിയാണ്, സംഗതി എല്ലാം ശരിയാണ്. AK ബാലൻ മാത്രമല്ല, പിണറായി വിജയനും അങ്ങനെ തന്നെ ആയിരുന്നു. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും എല്ലാം നേതാവായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം അടപടലം മാറിപ്പോയി. മോനെ വാല, നീ പറയുന്നത് എന്താണെന്ന് നീ മനസ്സിലാക്ക്. പണ്ട് വെള്ളാപ്പള്ളി നടേശൻ ആരായിരുന്നു? അതും കൂടെ മനസ്സിലാക്ക്. AK ബാലൻ മനസ്സിലാക്കുന്ന അത് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് ആരോടും ഒരു പകയുമില്ല, മുസ്ലിങ്ങൾക്ക് ആരോടും വർഗീയതയില്ല, ആരുടെയും അവകാശങ്ങൾ അവർ നേടിയെടുക്കുകയില്ല. ആരുടെയെങ്കിലും അവകാശങ്ങൾ, അതായത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന സ്വഭാവം മുസ്ലിം ലീഗുകാർക്കാ മുസ്ലിങ്ങൾക്കാ ഇല്ല. അത് മനസ്സിലാക്കണം ആദ്യം. മുസ്ലിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്നതാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും, അതായത് അവശ്യ വിഭാഗങ്ങളായിരുന്നാലും ശരി, നമ്മുടെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരായിരുന്നാലും ശരി, താഴേക്കിടയിലുള്ള ഹിന്ദുക്കളായിരുന്നാലും ശരി, അവശത അനുഭവിക്കുന്ന ഏത് ജനങ്ങളോടൊപ്പവും മുസ്ലിം ലീഗും മുസ്ലിങ്ങളും എപ്പോഴും ഉണ്ടാവും. അതാണ് കേരള ചരിത്രം എടുത്ത് പരിശോധിക്കണം നമ്മൾ, എങ്കിലേ നമുക്കത് മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പണ്ട് ആരായിരുന്നു? വെള്ളാപ്പള്ളി നടേശൻ പിന്നോക്ക സമുദായങ്ങളുടെ മുന്നണി നേതാവായിരുന്നു. അന്ന് മുസ്ലിങ്ങളും ഈ പിന്നോക്ക സമുദായം എന്ന് പറയുന്നത് നമ്മുടെ ഈഴവ സമുദായവും ബാക്കിയുള്ള ഹരിജന ഗിരിജന വർഗങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു. അപ്പോൾ അന്ന് ശക്തമായ ഒരു നിലപാടും ശക്തമായ ഒരു ഒരു സ്റ്റാൻഡ് പ്രത്യേകമായി ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ശക്തിയാർജിച്ച് നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയമായിരുന്നു ഇവിടുത്തെ ഭരണകൂടത്തിന്. അതാ UDF ആവട്ടെ LDF ആവട്ടെ ഭരിക്കുമ്പോഴെല്ലാം. പക്ഷെ അതിൻ്റെ കാലം തീർന്ന് ഇപ്പോൾ വർഗീയതയാണ്. പിണറായി പറയുന്നതെന്ന് പറഞ്ഞാൽ, പിണറായിക്ക് ഇപ്പോൾ ആദ്യത്തെ 5 വർഷം ഭരിച്ചു, പിന്നെ 5 വർഷമായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ഇലക്ഷൻ വരുന്നതിന്, നിയമസഭാ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കുക. അതാണ് ഇപ്പോഴും. അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് ചെറ്റത്തരവും, പണ്ടെടുത്തിട്ടുള്ള സ്റ്റാൻഡുകൾ, പണ്ടെടുത്തിട്ടുള്ള നിലപാടുകളെല്ലാം മാറി മറിയുകയാണ്. എങ്ങനെ അധികാരം നിലനിർത്തുക? അതിന് സ്വർണം മോഷ്ടിച്ചായിരുന്നാലും ശരി, അല്ലാതെ മോഷ്ടിച്ചായിരുന്നാലും ശരി, പണ്ട് കാലത്ത് ആരെങ്കിലും ദൈവത്തിൻ്റെ സ്വർണം മോഷ്ടിക്കുമോ? അങ്ങനെ ഒരു ചരിത്രമുണ്ടാ? ഇപ്പൊ കണ്ടില്ലേ, മോഷ്ടിച്ചില്ലേ? ആരാണ് മോഷ്ടിച്ചത്? ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? BJP-ക്കാരും സവർണ ഹിന്ദുക്കളും എല്ലാം കണക്ക് തന്നെ. പാവപ്പെട്ട ഹിന്ദുക്കളെ അകറ്റി നിർത്തുക. അവിടുത്തെ മേൽശാന്തിയ കീഴ്ശാന്തിയ ആയിട്ട് ഒരു പാവപ്പെട്ടവൻ, ഒരു ഹരിജൻ വർഗത്തിൽപ്പെട്ടവൻ, ഒരു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവൻ, അല്ലെങ്കിൽ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ടവനുണ്ടോ? ഹിന്ദുക്കളിൽ എന്തിനങ്ങനെ വേർതിരിവ്? വേറെ ഒരു സമുദായത്തിലും അതില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇസ്ലാം മതവും, എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മതവും ഇവിടെ വളരുന്നത്? എന്തുകൊണ്ടാണ്? ഈ നീചത്വങ്ങൾ ഹിന്ദു സമുദായത്തിൽ നിലനിൽക്കുന്നു. അതാണ് കാരണം, അല്ലാതെ വേറൊന്നുമല്ല. ആരോടും ഒരു വൈരാഗ്യമില്ല. അതായത് ഒരു പാവപ്പെട്ട ഒരു ഹരിജനുമായിട്ട് ഇവിടുത്തുള്ള ഏതെങ്കിലും ഒരു സവർണ ഹിന്ദു ഒന്നിച്ച് ഭക്ഷണം കഴിക്കും? നിങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ കണ്ടതാണ്. മണ്ണിൽ കുഴികൊത്ത് ഞങ്ങൾ കഞ്ഞി കൊടുത്തിട്ടുണ്ട് എന്ന് കൃഷ്ണകുമാർ, ഒരു സിനിമാ നടനായിരുന്നു, കലാകാരനായിരുന്നു, BJP-ക്കാരനായിട്ട് കഴിഞ്ഞതെന്ന് തോറ്റതാണ്. ഇപ്പൊ കഴിഞ്ഞതാ ഇലക്ഷൻ നിൽക്കാൻ പോകുന്നു. നിങ്ങളെല്ലാം ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. വേറൊരു MP തൃശ്ശൂർ ചെന്ന് തൃശ്ശൂരിനെ ഞാനിഞ്ഞ് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കള്ള വോട്ടിൽ വിജയിച്ച ഒരു MP നിങ്ങൾ കാണുന്നില്ലേ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, കൊണ്ടുവന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൈ കഴുകും സോപ്പിട്ട്, അല്ലെങ്കിൽ വേറെ ആ മരുന്നടിക്കും കയ്യിൽ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളാണ് ഈ സവർണ ഹിന്ദുക്കൾ. സവർണ ഹിന്ദു എന്ന് നായന്മാര് പറയാനും നോക്കൂല. സവർണ ഹിന്ദുക്കൾ എന്ന് എങ്ങനെ പറയും? ബ്രാഹ്മണന്മാരാണ് സവർണ ഹിന്ദുക്കൾ. ഇപ്പൊ അവരുടെ പിൻപേ ഇവരും കൂടെ കേട്ട് ഞങ്ങളും സവർണ ഹിന്ദുക്കളാണെന്ന് പറയാണ്. അവർ സവർണ ഹിന്ദുക്കളല്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഉണ്ടായത്, ഏതോ നമ്പൂതിരിമാർക്കുണ്ടായതാണ്. പണ്ടെന്ന് പറഞ്ഞ നമ്പൂതിരിമാർക്ക് ഏത് നായർ വീടുകളിലും സംബന്ധം കൂടാമായിരുന്നു. ഭർത്താവ് ഇറങ്ങി പുറത്തു പോവും. അവൻ്റെ ഭാര്യയായിട്ട് ക്ഷയിക്കുന്ന നമ്പൂതിരി ആയിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരാണ് തന്തയെന്ന് പറയാൻ ആർക്കും കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു.
അത് മനസ്സിലാക്കണം. ഈഴവ സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങൾക്ക് ഈ ഹരിജനങ്ങൾക്കോ മറയ്ക്കാൻ അവകാശമില്ലായിരുന്നു. പശുവിൻ്റെ പാല് കറക്കാൻ പോലും ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കൊക്കില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അതെല്ലാം ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ മറന്നു പോവാണ്. എന്തുകൊണ്ട്, എങ്ങനെയാണ് ടിപ്പു സുൽത്താൻ ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷമാണ് അതിനുള്ള അവകാശം വരെ കിട്ടിയത്? അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ യാതൊരു വേർതിരിവുമില്ല. ഞാൻ എൻ്റെ മതത്തിനെ പൊക്കി പറയുന്നതല്ല, പക്ഷേ നമ്മൾ എല്ലാ മതങ്ങളെയും പറ്റി പഠിക്കണം. അവനവൻ്റെ മതം അനുസരിച്ച് അവരവർക്ക് ജീവിക്കാം. എന്തുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്നതല്ലല്ലോ. ആളുകൾ ഇവിടെ ഉള്ളവർ മതം മാറിയവരല്ലേ. അപ്പോൾ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. ഇപ്പോൾ തോന്നുകയാണ് ഇസ്ലാം മതം മോശമാണെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മതം നല്ലതാണെന്ന് പറഞ്ഞാൽ പോട്ടെ, ആർക്കെന്ത് പരാതി? ഒരു പരാതിയില്ല. ഇവിടെ ആരും അവരെ ആക്രമിക്കാൻ അവൻ്റെ ഇഷ്ടമാണ്. അതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവൻ അത് ഇഷ്ടപ്പെട്ടു പോട്ടെ. അത് ക്രിസ്ത്യാനിക്ക് ഇസ്ലാം മതമാണ് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ അവൻ ഇസ്ലാം മതത്തിൽ വരട്ടെ. ആർക്കെന്ത് കുഴപ്പം? അതിനിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിന്? അവനവന് ഇഷ്ടമുള്ള, അതായത് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് അവനവൻ്റെ ഇഷ്ടപ്രകാരമുള്ള മതം തിരഞ്ഞെടുക്കാനും അവനവന് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ള അവകാശം ഭരണഘടന ഇവിടെ ഉറപ്പ് നൽകുന്നുണ്ട്. അതനുസരിച്ച് മനുഷ്യർ ജീവിക്കട്ടെ. പക്ഷെ ഇപ്പൊ പറഞ്ഞു വന്ന കാര്യം അതല്ല. ഈ AK ബാലൻ ഇരുന്നങ്ങ് വിളമ്പേണ്. പണ്ട് അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ സംഗതി സത്യമാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇന്ന് അതല്ല. ഇന്നെന്ന് പറയുന്നത് എങ്ങനെയും മോഷ്ടിക്കുക, എങ്ങനെയും പണം ഉണ്ടാക്കുക, ഏത് ചെറ്റത്തരവും കാണിക്കുക എന്നുള്ളതിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. അതായത് ഇലക്ഷൻ വരുന്ന സമയത്ത് ഏതെങ്കിലും സമുദായത്തിനെ അങ്ങ് ഒന്നീ താഴ്ത്തുക അല്ലെങ്കിൽ പോക്കുക. അതാണ് അവരുടെ പരിപാടി. കഴിഞ്ഞ ഇറാഖ് ഇസ്രായേൽ യുദ്ധ സമയത്ത്, ഇറാഖും ഇറാനുമായിട്ടുള്ള യുദ്ധ സമയത്തായിരുന്നാലും ശരി, ഫലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴെല്ലാം മുസ്ലിങ്ങളെ സൈഡ് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവർക്ക് മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് അടപടലം പൊളിഞ്ഞു പാളീസായി. കേരള ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഇത്രയും. അപ്പോൾ അങ്ങനെ നടന്നതുകൊണ്ട് അവർക്ക് ഇനി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ രക്ഷയില്ലാന്ന് മനസ്സിലായി. ഇപ്പൊ ക്രിസ്ത്യാനികളെ അതിന് കത്തോലിക്ക സഭ പ്രത്യേകിച്ചുമായി അവർ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. പൊട്ടന്മാരാക്കല്ലേ ഞങ്ങളെ, ഒരു സമുദായക്കാരെ നിങ്ങൾ പൊട്ടന്മാരാക്കണം. അതായത് RSS സംഘപരിവാർ കാണിക്കുന്ന അതേ ശൈലി പിണറായി വിജയൻ കാണിക്കണം. ഇനി പണ്ടത്തെ ഒരു കമ്മീഷൻ നമ്മളിവിടെ നടപ്പാക്കി, ആര് നടപ്പാക്കി, എങ്ങനെ നടപ്പാക്കും, അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇല്ലായ്മയും പൊല്ലായ്മയും പറഞ്ഞ് നാട്ടിൽ എന്ന് പറയുന്നത് വർഗീയ വേർതിരിവ് ഉണ്ടാക്കുകയാണ്. AK ബാലൻ, മോനെ ബാല, നീ എന്താണ് പറഞ്ഞതെന്ന് നിനക്ക് ആലോചനയുണ്ട? ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ വിജയിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രിസഭയിൽ അംഗമായിരുന്നോട്ടാ? കേരളത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പ് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്? അപ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി പറയണം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്, ഭാരതീയ ജനതാ പാർട്ടി. അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സംഘപരിവാർ. അതായത് ഈ ഇന്ത്യയിൽ എല്ലാ കൊലപാതകങ്ങളും വർഗീയ ലഹളയും വർഗീയ വിപ്ലവവും എല്ലാം ഉണ്ടാക്കുന്നത് RSSകാരാണ്. RSS എന്ന് മാത്രമല്ല, ഹിന്ദു ബജാസഭ, ബജ്രംഗൾ, ശ്രീരാമസേന, അങ്ങനെ ഏതെല്ലാം തരത്തിൽ പേരുകളുണ്ട്. അവർ പേരുകൾ ഇട്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഏതെങ്കിലും കൊലപാതകമോ ഏതെങ്കിലും വിപ്ലവം ഉണ്ടാക്കി ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ആയിരുന്നാലും ക്രിസ്ത്യാനികളെ ആയിരുന്നാലും കൊന്നുകൂട്ടിയിട്ട് അവർ ഉടനെ ആ പേര് മാറ്റി വേറൊരു പേര് വരും. അപ്പോൾ അതൊക്കെ ഇവിടെ ഇപ്പൊ അനുവദിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ BJP സംഘപരിവാർ ശക്തികൾ ഭരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഹിന്ദു രാഷ്ട്രമാണെന്ന് അവർ പറയണം. പക്ഷേ നമ്മുടെ പിതാമഹന്മാർ, നമ്മുടെ മുൻഗാമികൾ, അതായത് ഇന്ത്യയെ കെട്ടിപ്പടുത്ത, ഇന്ത്യക്ക് സ്ട്രോങ് ആയ ഒരു ഭരണഘടനയും ബാക്കിയുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കിയ നേതാക്കന്മാര് ഇന്ത്യയെ ആഗ്രഹിച്ചിരുന്ന മതേതരത്വ ജനാധിപത്യ രാജ്യമായിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള RSS അന്ന് ഇംഗ്ലീഷുകാർക്ക് കൂട്ടിക്കൊടുത്തവരാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുത്ത അതേ സംഘപരിവാർ ശക്തികൾ ഇന്ന് പറയുന്നു ഇത് ഹിന്ദു രാജ്യമാണ്. അവർ പറയുന്നതനുസരിച്ചാണ്. അപ്പോൾ ഭരണഘടന ഉറപ്പ് നൽകിയത് പ്രകാരം ഇത് ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തെ നിലനിർത്തണമെങ്കിൽ, അതല്ലാതെ ഛിന്ന ഭിന്നമാക്കണമെങ്കിൽ അവർക്ക് അവരുടെ കാര്യം. അങ്ങനെ ഛിന്ന ഭിന്നമാക്കി പോകണമെന്നുണ്ടെങ്കിൽ BJPക്കാർക്കും സംഘപരിവാറുകാർക്കും അവരുടെ നയമനുസരിച്ച് പോകുന്നവർക്കും പ്രത്യേകമായ രാജ്യം ഉണ്ടാക്കി പോകാം. നമ്മളെന്ന് പറയുന്നത് കേരളമായിരുന്നാലും തമിഴ്നാടായാലും കർണാടക ആയിരുന്നാലും പശ്ചിമബംഗാളായിരുന്നാലും ആന്ധ്രാപ്രദേശ് ആയിരുന്നാലും തെലങ്കാന ആയിരുന്നാലും പ്രത്യേകമായി വേറിട്ട് നിന്നുകൊണ്ട് നമ്മൾ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രം ഇന്ത്യ എന്നുള്ള രാഷ്ട്രം നമ്മൾ നിലനിൽക്കണം. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിക്കണം. അപ്പോൾ ഈ ബാലനെ പോലെയുള്ള ചെറ്റകൾ രാഷ്ട്രീയത്തിൽ അവർ അപ്രസക്തരാണ്. അവരെയൊക്കെ കാലം കഴിഞ്ഞു.
അപ്പോൾ ഇവിടെ ഇരുന്ന് ഇനി അതും ഇതും വിളമ്പിയിട്ട് കാര്യമില്ല. എല്ലാ ന്യായീകരണം പറഞ്ഞാലും അതിന് യാതൊരു വിലയും കേരള സമൂഹം കൽപ്പിക്കില്ല. ബാലൻ പറഞ്ഞതാണ്, മാറാടെന്ന് പറയുന്ന 23 വർഷങ്ങൾക്ക് മുമ്പ് ആരുണ്ടാക്കിയതാണ് അത്? അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. മാറാട് കലാപത്തിന്റെ സൂത്രധാരകർ ആരായിരുന്നു? ആർക്കാണ് അതുകൊണ്ടുള്ള നേട്ടമുണ്ടായത്? ആരെങ്കിലും മരിച്ചു വീഴുമ്പോൾ രക്തസാക്ഷികളെ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അവർ രക്തസാക്ഷികളായി എന്ന് പറഞ്ഞ് ഈ സാധാരണ BJP-ക്കാരാണ് വരുന്നത്. ഇന്ന് ആദ്യമായിട്ട് മാർക്സിസ്റ്റുകാർ വരുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു പിണറായി വിജയൻ. എങ്ങനെ അധികാരം നിലനിർത്തുക? യാതൊരു കാരണവശാലും ഞാൻ പറയുന്ന എഴുതി വെച്ചോളൂ. അതായത് കേരളത്തിലെ ഒരു 10 വർഷത്തേക്ക് എന്തായാലും LDF അധികാരത്തിൽ വരില്ല. ഇനി വരാൻ പോകുന്ന UDF-ന്റെ ഭരണമായിരിക്കും. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ കുറിച്ച് വെച്ചോ. അതായത് മാർക്സിസ്റ്റ് പാർട്ടി ഈ പിണറായി വിജയനാണ് നയിക്കുന്നതെങ്കിൽ, പിണറായി വിജയനാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്നതെങ്കിൽ സമ്പൂർണ്ണ പരാജയമായിരിക്കും. CPM ഇവിടെ കേരളത്തിൽ ഇല്ലാതാവാൻ പോവുകയാണ്. ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു MLA പഴയ MLA, മുൻ MLA ഇവിടെ ചേരാൻ പോവുകയാണ്. BJP-യിലേക്ക് PM അസ്കർ പോയി, റജി ലൂക്കോസ് പോയി. ഇനി ഒരുപാട് ഇങ്ങനെ ഒഴുക്ക് തുറന്നുകൊണ്ടേയിരിക്കും. ഈ ഇലക്ഷനും കൂടെ കഴിയുമ്പോൾ കാണാം. ഈ ബാലൻ പോലും വേണമെങ്കിൽ BJP-യിലേക്ക് പോകും. ഇന്ന് ഈ പറയുന്നില്ലേ, റജി ലൂക്കോസ് 2 ദിവസം മുമ്പ് വരെ ഈ ചാനലിൽ വന്നിരുന്ന് എന്തൊക്കെ വിളമ്പിയതാണ്. അതേപോലെ തന്നെയാണ് ഈ ബാലൻ പലതും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലോട്ട് ചാടിയാൽ അത് തന്നെയാണ് അവരുടെ ഇത്. ഏത് വയസ്സനായിരുന്നാലും ചാവാനായിട്ട് കുഴിയിൽ കാല് നീട്ടിയിരിക്കുന്നവനായിരുന്നാലും ശരി, അധികാരം വേണം. അധികാരത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരവും ചെയ്യും. പക്ഷേ എൻ്റെ ആഗ്രഹം, എന്നെപ്പോലുള്ള മതേതര വിശ്വാസികളുടെ ആഗ്രഹം എന്ന് പറയുന്നത് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിൽ ഉണ്ടാവണം, നിലനിൽക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ആയിരിക്കണം കേരളത്തിൽ വേണ്ടത്. വേറൊരു മുന്നണി ഇവിടെ ആവശ്യമില്ല. വർഗീയമായി വേർതിരിവുണ്ടാക്കുന്ന, ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ചെറ്റുകളെ നമ്മൾ അകറ്റി നിർത്തണമെന്നും, നമ്മൾ ഏത് സമുദായമായിക്കൊണ്ട് പോട്ട് അവനവൻ്റെ സമുദായ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നമുക്ക് ഭരണഘടന ഉറപ്പ് വന്നിട്ടുണ്ട്. ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, മുസ്ലിം ആവട്ടെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, കുഴപ്പമൊന്നുമില്ല. സഹകരിച്ചും സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും നമുക്കിവിടെ കഴിയണം. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും, കഴിയുന്നത്ര നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ല CPM-കാരനെ നിങ്ങൾ സെലക്ഷൻ നിയമസഭാ തിരഞ്ഞെടുക്കണം. എല്ലാ വർഗീയത വിളമ്പിയിട്ടുള്ള അല്ലെങ്കിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്ന അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. അവരെ യാതൊരു കാരണവശാലും തിരഞ്ഞെടുക്കരുത്. CPM-ൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നാലും ശരി, യുവാക്കളായിരുന്നാലും ശരി, സ്ത്രീകളായിരുന്നാലും ശരി, യാതൊരു കാരണവശാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന് വോട്ട് ചെയ്യരുതേ എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. കാരണം ആ പാർട്ടി നശിക്കാതിരിക്കാൻ, ആ പാർട്ടി നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ വോട്ട് ചെയ്യരുത്. അവരെ പുറത്ത് നിർത്തണം. പുറത്ത് നിർത്തി പാർട്ടി അവർ വളർത്തി വലുതാകട്ടെ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചോളൂ. ഞാൻ പറയാണ്, ഈ പിണറായി വിജയനെതിരെ അച്ചടക്ക നടപടിയും സസ്പെൻഷനും പാർട്ടി അച്ചടക്ക നടപടിയും നിർബന്ധമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഉണ്ടാവുമെന്ന് ഞാൻ പറയുകയാണ്. ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോണം. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയണം, അച്യുതാനന്ദനെയും EMS-നെയും പാർട്ടി അച്ചടക്ക നടപടിയുടെ വാളെടുത്ത് ഓങ്ങിയിട്ടുണ്ട്. അതുപോലെ പിണറായി വിജയന്റെ പേരിൽ ഉണ്ടാവും. അത് ഉറപ്പാണ്. നമ്മൾക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും, വോട്ട് അവകാശമുള്ളവരായിരുന്നാലും വോട്ട് അവകാശമില്ലാത്തവരായിരുന്നാലും നിങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ചേർന്ന് ഈ തൽക്കാലത്തെ LDF സർക്കാരിനെ പുറത്താക്കണമെന്നും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അടുത്ത 5 വർഷത്തേക്ക് ഭരിക്കാനുള്ള മാൻഡേറ്റ് നൽകണമെന്നും ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നമസ്കാരം. നന്ദി. ജയ് ഹിന്ദ്, ജയ് ഭാരത്.